ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് എന്ത് കറി ഉണ്ടാക്കും എന്ന് ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു സിമ്പിൾ സാമ്പാർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലോട്ടും അതുപോലെ ലഞ്ചിൽക്കുന്നുള്ള രീതിക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇഡലിയാണ്. അപ്പോൾ ഇഡലിക്കുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്ന് എന്ന ഒരു അളവിലാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. കൂടെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെള്ളത്തിലിട്ട് അതൊന്ന് കുതിർന്ന് വന്നപ്പോൾ നമ്മൾ കുറച്ച് ചോറ് കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് മൂടി വയ്ക്കാം, കാരണം നമ്മൾ പിറ്റേ ദിവസം രാവിലേക്കൊക്കെയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി പൊന്തി വരണം. അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നേരം വെളുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി വയ്ക്കാം, കാരണം ഇഡലിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ടിട്ട് ഇളക്കി വയ്ക്കുകയാണ്. ഇനി നമുക്കിത് ഇഡലി തട്ടിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇഡലി തയ്യാറാക്കിയെടുക്കാം. രണ്ട് തട്ടിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 തട്ടും കൂടിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കറിയിലോട്ടുള്ള പണി നോക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി സാമ്പാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് കുതിർത്താൻ വെക്കാം. പിന്നെ ഇതിലോട്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉള്ളിയാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് ഉള്ളി എടുക്കണം. പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ഉടച്ച് കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക്, ഉലുവ, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇട്ടിട്ടൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും പിന്നെ ചെറിയുള്ളിയും ഒക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ചെറിയൊരു 2-3 വെള്ളുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ടി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. ഇവിടെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി, ഇത്രയും പൊടികളാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായി ഇളക്കിയിട്ട് കൊടുക്കാം. കൂടെ കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പുളിവെള്ളം തയ്യാറാക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് കുറച്ചുകൂടി ഇളക്കി കൊടുത്തിട്ട് നമ്മളെ ഉടച്ച് വെച്ചിട്ടുള്ള പരിപ്പ് അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് നല്ലൊരു കട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ അതിലേറെ ടേസ്റ്റാണിത്. അപ്പോൾ നമ്മൾ ഉള്ളി സാമ്പാർ തയ്യാറായി വന്നിട്ടുണ്ട്. ലാസ്റ്റായി കുറച്ച് മല്ലിയില കൂടി ആഡാക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഡലിയൊക്കെ തയ്യാറായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി സാമ്പാർ സൂപ്പർ ടേസ്റ്റാണ്. എന്ത് കറി ഉണ്ടാക്കുമെന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കുക.